ആരാ ഈ പുതിയ കുട്ടി? സിദ്ധാർത്ഥിന്റെ ആ ചോദ്യം ഒരു ഇടിമുഴക്കം പോലെ ആ ചെറിയ മുറിയിൽ മുഴങ്ങി. ആ ശബ്ദം കേട്ട നിമിഷം പാറുവിന്റെ വിരലുകൾ അവളുടെ കയ്യിലിരുന്ന ബാഗിന്റെ സ്ട്രാപ്പിൽ വല്ലാതെ മുറുകി. സ്ട്രാപ്പിലെ പരുക്കൻ നാരുകൾ അവളുടെ ഉള്ളം കൈയിൽ ആഴത്തിൽ അമർന്നു നോവിച്ചിട്ടും അവൾ അതറിഞ്ഞില്ല. ഹൃദയം തൊണ്ടക്കുഴിയിൽ വന്ന് തടയുന്നത് പോലെ അവൾക്ക് തോന്നി. ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും അത് പകുതി വഴിയിൽ മുറിഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. സിദ്ധാർത്ഥ് ബോർഡിന്റെ മുന്നിൽ കൈകൾ കെട്ടിപ്പിടിച്ച് അവരെ രണ്ടുപേരെയും നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ മറ്റുള്ള അധ്യാപകരെ പോലെ പുച്ഛമോ കടുപ്പമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു തരം നിഗൂഢമായ ശാന്തതയായിരുന്നു ആ മുഖത്ത്. എന്നാൽ ആ ശാന്തതയാണ് പാറുവിനെ കൂടുതൽ അസ്വസ്ഥമാക്കിയത്. അവളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു ആ നോട്ടം. പതിവ് പേടിയായിരുന്നു അവൾക്ക്. ദേഷ്യപ്പെടുന്നവരെ അവൾക്ക് മുൻകൂട്ടി അറിയാം. അവരുടെ മുഖത്തെ പേശികളുടെ വലിപ്പവും ശബ്ദത്തിന്റെ ഗാംഭീര്യവും വെച്ച് അവർ എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് അവൾക്ക് പ്രവചിക്കാൻ കഴിയും. അതുകൊണ്ട് അവരെ പേടിക്കുവാനും ഒരു പരിധിവരെ അവരെ നേരിടാനും അവൾക്ക് എളുപ്പമായിരുന്നു. എന്നാൽ തുടക്കത്തിൽ നല്ലവരായി പെരുമാറുന്നവരെ അവൾക്ക് വല്ലാത്ത ഭയമാണ്. ആ നല്ല മുഖത്തിന് പിന്നിലെവിടെയോ ഒരു വലിയ ചതിക്കുഴി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾക്ക് തോന്നും. ആ മുഖത്തിന് പിന്നിൽ എന്താണെന്ന് അവൾക്കറിയില്ലല്ലോ. ആ അനിശ്ചിതത്വമാണ് അവളെ വല്ലാതെ ഭയപ്പെടുത്തിയത്. പ്രിയ മുന്നോട്ട് ചെന്ന് അല്പം ഗൗരവത്തിൽ പറഞ്ഞു, സാർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ അനിയത്തിയാണ്. ഇവളാണ് ആ കുട്ടി. ഇവളെ ഒന്ന് നേരെയാക്കി കിട്ടിയാൽ മതിയായിരുന്നു. പ്രിയയുടെ ആ വാക്കുകളിൽ ഒരു തരം അവജ്ഞതയും ദേഷ്യവും നിഴലിക്കുന്നുണ്ടായിരുന്നു. അനിയത്തിക്ക് ഒന്നും അറിയില്ല എന്ന മട്ടിൽ അവളെ ഒരു ബാധ്യതയായി കാണുന്ന ആ ഭാവം പാറുവിൻ്റെ നെഞ്ചിൽ ഒരു മുള്ളുപോലെ തറച്ചു. സിദ്ധാർത്ഥിന്റെ നോട്ടം പ്രിയയിൽ നിന്ന് സാവധാനം പാറുവിൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞു. ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നു. ആ നോട്ടത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അവൻ അവളെ അളക്കുകയാണോ അതോ അവളുടെ ഉള്ളിലെ ഭയം വായിക്കുകയാണോ? പേരെന്താണ്? അവൻ ചോദിച്ചത് വളരെ താഴ്ന്ന ശബ്ദത്തിലായിരുന്നു. ഒരു പക്ഷേ അവളെ പേടിപ്പെടുത്താതിരിക്കാൻ ആയിരിക്കാം. പാറുവിൻ്റെ തൊണ്ട വല്ലാതെ വരണ്ടുപോയി. പറയാൻ ശ്രമിച്ചെങ്കിലും വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. അവൾ കുറച്ച് നിമിഷങ്ങൾ മൗനമായി അവിടെ നിന്നു. തൻ്റെ പേര് പറയാൻ പോലും അവൾക്ക് മടിയായിരുന്നു. ആ പേര് പറഞ്ഞാൽ ഉടനെ താനൊരു വലിയ ഉത്തരവാദിത്തമായി മാറുമെന്ന് അവൾ ഭയപ്പെട്ടു. സിദ്ധാർത്ഥിൻ്റെ സാമീപ്യം പോലും അവൾക്കൊരു ഭാരമായി തോന്നി. ശേഷം കഷ്ടപ്പെട്ട് വളരെ പതുക്കെ അവൾ പറഞ്ഞു, പാർവതി. അവൻ പതുക്കെ ആ പേര് ഒന്നുകൂടി ആവർത്തിച്ചു, പാർവതി. ആ പേര് ആദ്യമായി ആരോ ശ്രദ്ധയോടെ സ്നേഹത്തോടെ വിളിക്കുന്നത് പോലെ പാറുവിന് തോന്നി. പക്ഷേ ആ സുഖകരമായ അനുഭവം അധിക നേരം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ബയോളജി ലാബ് ഓടിയെത്തി. ആ ടീച്ചറുടെ ക്രൂരമായ നോട്ടം, വാതിലുകൾ അടയുന്ന ശബ്ദം, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് അടുത്തേക്ക് വന്നപ്പോൾ കേട്ട വിയർപ്പിൻ്റെയും കെമിക്കലിൻ്റെയും മണം. ആ ഓർമ്മ വന്നതോടെ പാറുവിൻ്റെ ശരീരം വിറച്ചു തുടങ്ങി. അവളുടെ കൈകൾ തണുത്തു മരവിച്ചു. ആ മുറിയിലെ വായു പോലും അവൾക്ക് കുറവാണെന്ന് തോന്നി. ശ്വാസം കിട്ടാൻ അവൾ വല്ലാതെ ബുദ്ധിമുട്ടി. സിദ്ധാർത്ഥ് അത് ശ്രദ്ധിച്ചിരുന്നു. അവൻ പതുക്കെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ, പേടിയാണോ നിനക്ക്? അവൾ വേഗം തലയാട്ടി. ഇല്ല എന്ന് പറഞ്ഞു. അതൊരു കള്ളമായിരുന്നു. അതും വളരെ വലിയൊരു കള്ളം. സത്യത്തിൽ പാർവതിക്ക് ഈ ലോകത്തുള്ള എല്ലാത്തിനോടും പേടിയായിരുന്നു. പുതിയ സ്ഥലങ്ങൾ, അപരിചിതമായ മനുഷ്യർ, ആൺകുട്ടികൾ, പ്രത്യേകിച്ച് അധ്യാപകർ. എന്തിന്, കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം നോക്കാൻ പോലും അവൾ ഭയപ്പെട്ടിരുന്നു. താനെന്ന വ്യക്തിയെ ലോകത്തിന് മുന്നിൽ കാണിക്കാൻ അവൾക്ക് ഭയമായിരുന്നു. പ്രിയ ഇടപെട്ടു. ഇവൾക്ക് ബയോളജി കുറച്ച് വീക്കാണ് സാർ. അതൊന്ന് ശരിയാക്കി കൊടുത്താൽ മതിയായിരുന്നു. ഇവൾക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല. സിദ്ധാർത്ഥ് വീണ്ടും പാറുവിനെ നോക്കി. അവൾ തലകുനിച്ച് നിൽക്കുകയാണ്. അവളുടെ നനഞ്ഞ മുടിയുടെ അറ്റത്ത് നിന്ന് ചെറിയ വെള്ളത്തുള്ളികൾ നിലത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അത് അവളുടെ കണ്ണുനീർ പോലെ അവൾക്ക് തോന്നി. ആ നിമിഷം എന്തോ ഒന്ന് അവൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞുപോയി. അത് എന്താണെന്ന് അവന് കൃത്യമായി മനസ്സിലായില്ല. ഒരുപാട് കുട്ടികൾ അവൻ്റെ ട്യൂഷൻ സെൻ്ററിൽ വരാറുണ്ട്. അവരെല്ലാവരും അവന് സാധാരണമാണ്.
പഠിക്കുന്നവർ, പഠിക്കാത്തവർ, കുസൃതികൾ എല്ലാവരെയും അവൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ എന്തിനോ മനസ്സൊരു നിമിഷം സ്തംഭിച്ചു പോയതുപോലെ. അവളുടെ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ തീരാത്ത പേടി കാണുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു. അവൾ ഒരു തടവുകാരിയെ പോലെയാണ് നിൽക്കുന്നത്. ഇരിക്കൂ, അവൻ ബെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി. പാറു വളരെ പതുക്കെ ചെന്നിരുന്നു. പ്രിയ ഫോണിൽ എന്തോ നോക്കി പുറത്തേക്ക് പോയി. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം, അവൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ നടന്നു നീങ്ങി. പ്രിയയ്ക്ക് എപ്പോഴും അവളുടെ സൗന്ദര്യത്തിലും ഫോണിലുമായിരുന്നു ശ്രദ്ധ. ട്യൂഷൻ സെൻ്ററിൽ ആ സമയത്ത് വേറെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ആ വിജനത പാറുവിനെ വീണ്ടും ഭയപ്പെടുത്തി. അവൾ ചുറ്റും നോക്കി. കറുത്ത ബോർഡ്, പഴയ പുസ്തകങ്ങൾ, ജനൽ ചില്ലിലൂടെ അടിച്ചു കയറുന്ന മഴത്തുള്ളികൾ, ഫാനിൻ്റെ ഒച്ച, ഇതെല്ലാം ചേർന്ന് അവളെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു. പക്ഷേ അവളുടെ മനസ്സ് അപ്പോഴും ബയോളജി ലാബിലെ ആ മുറിക്കുള്ളിലായിരുന്നു. അവിടെ വാതിൽ അടഞ്ഞ ശബ്ദം കേട്ട നിമിഷം അവൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. ആ പേടി ഒരു നിഴലായി അവളെ പിന്തുടരുകയായിരുന്നു. സിദ്ധാർത്ഥ് അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തു വയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ വെപ്രാളപ്പെടുന്നത് അവൻ ശ്രദ്ധിച്ചത്. പാർവതി, അവൻ അവളുടെ പേര് വിളിച്ചു. അവൾ ഞെട്ടിപ്പോയി. വെള്ളം കുടിക്കാൻ വേണോ? അവൻ കരുതലോടെ ചോദിച്ചു. അവൾ വേഗം തലയാട്ടി വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ കൈകൾ വിറയ്ക്കുന്നത് കാണാമായിരുന്നു. അത് അവൾക്ക് മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് കുറച്ചു നേരം അവളെ തന്നെ നോക്കി നിന്നു. ഒരു വിദ്യാർത്ഥിയെ കണ്ടിട്ട് ആദ്യമായാണ് അവന് ഇങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നത്. അവൾ ഇപ്പോൾ കരഞ്ഞു പോകുമെന്ന് തോന്നി. പക്ഷേ കണ്ണുകൾ വരണ്ടു കിടക്കുകയാണ്. കരയാൻ പോലും കഴിയാത്തത്രയും വേദന ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചവൾ. അവളുടെ വേദന പുറത്തേക്ക് വരാൻ മടിക്കുകയാണ്. ബയോളജിയിൽ എന്താണ് നിനക്കിത്ര ബുദ്ധിമുട്ട്? അവൻ പതുക്കെ ചോദിച്ചു. പാറു തൻ്റെ നോട്ട്ബുക്കിലേക്ക് നോക്കി. എനിക്ക് നന്നായി പഠിച്ചാലും മനസ്സിലാകുന്നില്ല. അക്ഷരങ്ങൾ പോലും മുന്നിൽ ഓടിപ്പോകുന്നത് പോലെ തോന്നാറുണ്ട്. ക്ലാസ്സിൽ ശ്രദ്ധിക്കാറില്ലേ? അവൾ അല്പനേരം ഒന്നും മിണ്ടാതിരുന്നു. ശേഷം വളരെ വിഷമത്തോടെ പറഞ്ഞു, ഇല്ല, ഞാൻ ശരിക്കും ശ്രമിക്കാറുണ്ട്. പക്ഷേ സാറിൻ്റെ നോട്ടം കാണുമ്പോൾ തന്നെ ഞാൻ എല്ലാം മറന്നു പോകും. ആ ശ്രമിക്കാറുണ്ട് എന്ന് പറഞ്ഞ വാക്കിൽ എന്തോ ഒരു തളർച്ചയുണ്ടായിരുന്നു. പല കുട്ടികളും പഠിക്കാത്തതിന് ഒഴിവ് കഴിവുകൾ പറയും. പക്ഷേ ഈ പെൺകുട്ടി ജീവിതം മുഴുവൻ ഒരൊറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തതുപോലെ തളർന്നു നിൽക്കുന്നു. അവൻ കസേരയിലേക്ക് ചാരിയിരുന്നു. പുസ്തകം തുറക്ക്, നമുക്ക് പതിയെ നോക്കാം. പാറു പുസ്തകം തുറന്നു. കൈ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് പാഠഭാഗങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. അവൻ്റെ ശബ്ദത്തിന് വലിയൊരു ശാന്തതയുണ്ടായിരുന്നു. ഒരിക്കൽ പോലും അവൻ അവളെ ദേഷ്യത്തോടെ വഴക്കു പറഞ്ഞില്ല. ഇവിടെ ഈ ചിത്രം വരയ്ക്കുന്നത് വളരെ എളുപ്പമാണ്, അവൻ പേപ്പറിൽ വരച്ചു കാട്ടി. പാറു അത് നോക്കി. ചില അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് വിഷയം മാത്രമല്ല മനസ്സിലാകുന്നത്, അതോടൊപ്പം അവർക്ക് ഒരല്പം സുരക്ഷിതത്വവും തോന്നും. പാറുവിന് അത് വലിയൊരു പുതിയ അനുഭവമായിരുന്നു. പക്ഷേ ആ സുരക്ഷിതത്വം അവളിൽ ഭയം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ജീവിതം മുഴുവൻ വേദന മാത്രം അനുഭവിച്ചവൾക്ക് സ്നേഹം പോലും എന്തോ ഒരു ചതി പോലെ തോന്നും. ഈ സ്നേഹം തന്നിൽ നിന്ന് എന്തോ തിരികെ ആവശ്യപ്പെടുമോ എന്നവൾ ഭയന്നു. ഒന്ന് ശ്രമിച്ചു നോക്കൂ. സിദ്ധാർത്ഥ് പെൻസിൽ അവൾക്ക് നേരെ നീട്ടി. പാറു പെൻസിൽ വാങ്ങാൻ കൈ നീട്ടിയപ്പോൾ അവൻ്റെ വിരലുകൾ അവളുടെ വിരലിൽ ചെറുതായി തൊട്ടു. ആ സ്പർശനത്തിൽ അവൾ ഞെട്ടി. ഒരു വലിയ ഷോക്കേറ്റതുപോലെ അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു. ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു. ആ വിരലുകൾ തട്ടിയ ഭാഗം പൊള്ളിയതുപോലെ അവൾക്ക് തോന്നി. സിദ്ധാർത്ഥ് ഒന്ന് അമ്പരന്നു. അയ്യോ, കുഴപ്പമില്ല. അവൻ ഉടനെ പിന്നോട്ട് മാറി. പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ തലകുനിച്ചു. സോറി. ആ വാക്ക് കേട്ട നിമിഷം സിദ്ധാർത്ഥിൻ്റെ നെഞ്ച് എന്തോ പോലെ മുറുകി. ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ എന്തിനാണ് ഇത്രയധികം ഭയപ്പെട്ട് മാപ്പ് ചോദിക്കുന്നത്? അവൻ കുറച്ചു നേരം മൗനമായി ഇരുന്നു. ശേഷം വളരെ മൃദുവായി ചോദിച്ചു, ആരെങ്കിലും നിന്നെ ഇന്ന് വഴക്കു പറഞ്ഞു? പാറുവിൻ്റെ വിരലുകൾ നോട്ട്ബുക്കിൻ്റെ അരികിൽ അമർന്നു. അച്ഛൻ്റെ ബെൽറ്റ്, ബയോളജി ടീച്ചറുടെ ക്രൂരത, ലാബിലെ ഭീകരത എല്ലാം ഒരുമിച്ച് അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. എങ്കിലും അവൾ തലയാട്ടി. ഇല്ല. വീണ്ടും കള്ളം.
സത്യം പറഞ്ഞാൽ ആരും തന്നെ രക്ഷിക്കാൻ വരില്ല എന്ന് അവൾ ചെറുപ്പം മുതലേ പഠിച്ചവളായിരുന്നു. ആ സത്യം പറഞ്ഞാൽ താൻ ഇല്ലാതാകുമെന്ന് അവൾക്ക് തോന്നി. ക്ലാസ് കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല ഇരുട്ട് വീണിരുന്നു. മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. പ്രിയ പുറത്തു നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ്. പാറു ബാഗ് എടുക്കുമ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും അവളെ ശ്രദ്ധിച്ചു. അവൾ ഇപ്പോഴും മുഖമുയർത്തുന്നില്ല. പാർവതി, അവൻ വിളിച്ചു. അവൾ അവനെ മുഖമുയർത്തി നോക്കി. ഉള്ളിൽ വലിയൊരു പേടി ഉണ്ടെങ്കിൽ നിനക്കൊട്ടും പഠിക്കാൻ പറ്റില്ല. ആദ്യം ആ ഭയത്തെ കളയണം. ആ വാക്ക് കേട്ട നിമിഷം പാറു പതുക്കെ അവനെ നോക്കി. ആദ്യമായാണ് ആരോ ഒരാൾ അവളുടെ മാർക്കിന് പിന്നിൽ ഇങ്ങനെ ഒരു വലിയ കാരണമുണ്ടെന്ന് തിരിച്ചറിയുന്നത്. അവൾക്ക് ഉള്ളിൽ വലിയൊരു സങ്കടം തോന്നി. കരയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവൾ എങ്ങനെയോ അത് നിയന്ത്രിച്ചു. അവൾ വളരെ ചെറിയൊരു ചിരി ചിരിച്ചു. ആ ചിരിയിൽ ഒരുപാട് വേദന ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ആ ചിരി നോക്കി നിന്നു. അവന് തന്നെ മനസ്സിലായില്ല എന്താണെന്ന്. ഒരുപാട് കുട്ടികളെ അവൻ ദിവസവും കാണാറുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി പോകുമ്പോൾ അവൻ്റെ കണ്ണ് എന്തുകൊണ്ടാണ് അവളെ പിന്തുടരുന്നത്? എന്തുകൊണ്ടാണ് അവളുടെ കണ്ണുകളിലെ ആ സങ്കടം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്തത്? അവനൊരു അധ്യാപകനാണ്. പക്ഷേ അവൾ ഒരു വലിയ കടങ്കഥയായി അവൻ്റെ മുന്നിൽ അവശേഷിച്ചു. പാറു മഴയിലേക്ക് നടന്നു. മഴവെള്ളം ഇടനാഴിയിലേക്ക് വീഴുന്നുണ്ട്. പ്രിയ മുന്നിൽ നടക്കുന്നു. പക്ഷേ പാറുവിൻ്റെ മനസ്സിൽ മുഴുവൻ ആ ഒരൊറ്റ വാക്ക് മാത്രമായിരുന്നു: പേടിയുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റില്ല. ആദ്യമായാണ് ആരോ ഒരാൾ അവളെ മടിയെത്തി എന്ന് വിളിക്കാതെ അവളുടെ വേദനയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അവൾ ഗേറ്റ് കടന്ന് ദൂരേക്ക് നടക്കുമ്പോഴും സിദ്ധാർത്ഥ് വാതിലിൽ നിന്ന് നോക്കുകയായിരുന്നു. മഴയിൽ നനഞ്ഞ് നടന്നു പോകുന്ന ആ ചെറിയ രൂപം, താഴ്ന്ന തല, കുനിഞ്ഞ തോളുകൾ, മുഴുവൻ പേടിയുമായി ജീവിക്കുന്ന ഒരാളുടെ നടത്തം. അവൻ അറിയാതെ ദീർഘമായി ശ്വാസം വിട്ടു. ശേഷം സ്വന്തം മനസ്സിനോട് തന്നെ പിറുപിറുത്തു: എന്താ എനിക്ക് ഇവളെ കണ്ടപ്പോൾ ഇങ്ങനൊരു തോന്നൽ? ആ തോന്നലിൻ്റെ പേര് അവന് അറിയില്ലായിരുന്നു.